തലസ്ഥാനത്തെ ഞെട്ടിച്ച രാഹുലിൻ്റെ സീക്രട്ട് ഓപ്പറേഷൻ. കേന്ദ്ര സർക്കാർ പ്രതീക്ഷിക്കാത്ത ചടുല നീക്കം. നരേന്ദ്രമോദി ഭരിച്ച ഒരു വ്യാഴവട്ട കാലത്തിനിടെ ഡൽഹിയുടെ രാഷ്ട്രീയ ചരിത്രത്തിലുണ്ടായ ഏറ്റവും സസ്പെൻസ് നിറച്ച 2 ദിവസങ്ങൾ. കോക്രോച്ച് ജനതാ പാർട്ടി വിതച്ച സമരവീര്യം ഏറ്റെടുത്ത് അതിന് തികച്ചും പുതിയ രാഷ്ട്രീയമാനം നൽകുകയായിരുന്നു കോൺഗ്രസ്. തുടക്കത്തിൽ താനെ അണഞ്ഞു പോകുമെന്ന പ്രതീക്ഷയിൽ കേന്ദ്രം പരമാവധി അവഗണിച്ച സമരം പക്ഷേ ഒരു വലിയ കൊടുങ്കാറ്റായി പടർന്ന് പന്തലിക്കുകയായിരുന്നു. ഒടുവിൽ പാർലമെന്ററി കീഴ്വഴക്കങ്ങളെപ്പോലും അമ്പരപ്പിച്ചുകൊണ്ട് ആ പ്രക്ഷോഭജ്വാല ചെന്നെത്തി നിന്നത് സാക്ഷാൽ പ്രധാനമന്ത്രിയുടെ വീട്ടുപടിക്കൽ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, പരീക്ഷാ ക്രമക്കേടുകൾ, കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി തുടങ്ങിയ വിഷയങ്ങൾ മുൻനിർത്തി ആരംഭിച്ച പ്രക്ഷോഭത്തെ തുടക്കത്തിൽ കേന്ദ്രം തീർത്തും നിസ്സാരവൽക്കരിച്ചു. പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക് ഉൾപ്പെടെയുള്ളവർ നിരാഹാരമിരുന്നപ്പോഴും ഇതെല്ലാം സ്വയം അടങ്ങിക്കൊള്ളുമെന്ന് വിശ്വസിച്ചു, അല്ലെങ്കിൽ അതിനുള്ള ശ്രമങ്ങൾ നടത്തി. എന്നാൽ ജൻസി പ്രക്ഷോഭം സർക്കാർ വിചാരിച്ച രീതിയിലായിരുന്നില്ല മുന്നോട്ട് പോയത്. നാൾക്ക് നാൾ ആളുകൂടി. ആദ്യഘട്ടങ്ങളിൽ നിയന്ത്രണ വിധേയമെന്ന് തോന്നിച്ച സമരം സഭ തുടങ്ങിയതോടെ പാർലമെന്റിന്റെ വാതിൽക്കൽ വരെ എത്തി. പാർലമെന്റ് വർഷകാല സമ്മേളനം നടക്കാനിരിക്കെ സോനം വാങ്ചുക്കിനെ പന്തലിൽ നിന്നും ബലം പ്രയോഗിച്ച് ആശുപത്രിയിലേക്ക് മാറ്റിയതെല്ലാം ഈ സമരാവേശത്തിന് തീവ്രതയേകി. ഡൽഹി പോലീസ് ചെയ്ത വലിയ മണ്ടത്തരമായിരുന്നു ആ അറസ്റ്റെന്ന് വിലയിരുത്തുന്നവരുണ്ട്. പിന്നാലെ കഴിഞ്ഞ ദിവസം പോലീസും സുരക്ഷാ ഉദ്യോഗസ്ഥരും CJP സമരത്തിന് നേരെ നടത്തിയ ക്രൂരമായ ലാത്തിചാർജും കണ്ണീർ വാതക പ്രയോഗവും സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കി. ഇതോടെ വിഷയം ആഗോള ശ്രദ്ധയാകർഷിക്കുന്ന തലത്തിലേക്ക് വളർന്നു. ഇത് സർക്കാരിനെ രാഷ്ട്രീയമായി കൂടുതൽ പ്രതിരോധത്തിലാക്കി. എങ്കിലും ഇതെല്ലാം അധികം വൈകാതെ കെട്ടടങ്ങുമെന്ന ഒരാത്മവിശ്വാസം സർക്കാരിനുണ്ടായിരുന്നു. CJP സമരത്തിൻ്റെ ജനശ്രദ്ധ തിരിച്ചറിഞ്ഞ കോൺഗ്രസ് നേതൃത്വം പരമ്പരാഗതമായി തങ്ങൾ സ്വീകരിച്ചു പോകാറുള്ള വാർത്താ സമ്മേളനങ്ങളും മുൻകൂട്ടി അറിയിച്ചുള്ള പ്രക്ഷോഭ രീതികളും മാറ്റി. പകരം തികച്ചും അപ്രതീക്ഷിതമായൊരു നീക്കത്തിന് തുടക്കമിട്ടു. തിങ്കളാഴ്ചത്തെ സമരത്തിനു ശേഷം വിജയ് ചൗക്കിലേക്ക് മാർച്ച് നടത്താനുള്ള കോൺഗ്രസിൻ്റെ ആദ്യ നീക്കം പോലീസ് അറിഞ്ഞ് തടഞ്ഞിരുന്നു. ഇതോടെയാണ് പദ്ധതി മാറ്റിപ്പിടിച്ചത്. പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ 84ാം ജന്മദിനാഘോഷം എന്ന വ്യാജേന 25ഓളം MPമാരെയും മുതിർന്ന നേതാക്കളെയും രാജാജി മാർഗിലേക്ക് ക്ഷണിച്ചു. തങ്ങൾ എവിടേക്കാണ് പോകുന്നതെന്ന് അവിടെ എത്തിയ MPമാർക്ക് പോലും അറിവുണ്ടായിരുന്നില്ല. ആഘോഷങ്ങൾ പൂർത്തിയായ ഉടൻ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും നേതൃത്വത്തിൽ നേതാക്കൾ പെട്ടെന്ന് വാഹനങ്ങളിൽ പ്രധാനമന്ത്രിയുടെ വസതിയായ 7 ലോ കല്യാൺ മാർഗിലേക്ക് തിരിച്ചു. അവിടെ ഒരു സമരം സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നതിനാൽ ഡൽഹി പോലീസ് അക്ഷരാർത്ഥത്തിൽ അമ്പരന്നു. ഉച്ചയ്ക്ക് 3 മണിയോടെയാണ് നേതാക്കൾ പ്രധാനമന്ത്രിയുടെ വസതിക്ക് തൊട്ടടുത്തെത്തി റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത്. പെട്ടെന്നുണ്ടായ ഈ റോഡ് ഉപരോധം പോലീസിനെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ആശയക്കുഴപ്പത്തിലാക്കി. സ്ഥിതിഗതികൾ ശക്തമാക്കാൻ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് നേരിട്ടെത്തി രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തി. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയും പാർലമെന്റിൽ ചർച്ചയും വേണമെന്ന നിലപാടിൽ കോൺഗ്രസ് ഉറച്ചു നിന്നതോടെ അനുനയ നീക്കവും പരാജയപ്പെട്ടു.